അബ്ദുറഹ്മാൻ സലഫി എന്ന കുതന്ത്രക്കാരൻ വിളിച്ച മീറ്റിംഗ് ആയിരുന്നത്. അതിൽ അനസ് മൗലവി പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹനീഫ് കായക്കൊടി പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് KNMന്റെ ഉള്ളിൽ മടവൂർ ആശയവുമായി കൊണ്ടു നടക്കുന്ന ചില ആളുകളാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അന്ന് ISMന്റെ സെക്രട്ടേറിയറ്റ് CD ടവറിലുണ്ട്. സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് നബീൽ അണ്ടത്താണി മതബോധത്തിന് അവരൊക്കെ ലിസ്റ്റിൽ ഇറങ്ങുമ്പോൾ കേരളത്തിൻ്റെ കുറച്ച് ഭാഗത്തുനിന്ന് കുറച്ച് ആൾക്കാർ ലിഫ്റ്റിക്ക് മുകൾക്ക് കയറുന്നുണ്ട്. എവിടേക്കാണ്? കുറച്ച് ജിന്നുകളെ പുറത്താക്കാണ്ട്. കുറച്ച് ജിന്നുകളെ പുറത്താക്കാനുണ്ട്. നിഷേധിക്കൂ നിങ്ങൾ. അപ്പൊ ജിന്നുകളെ പുറത്താക്കാണ്ട് അവനെന്താ വഴി? ഇത് ശിർക്കാന്ന് പറയാം. ഇത് ശിർക്കാന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആളുകൾ പറയും ശിർക്കല്ല. അപ്പൊ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല നിങ്ങൾ പറഞ്ഞില്ലേ, ഔട്ട്. ഇതാണ് കുതന്ത്രം. മനസ്സിലായില്ലേ? 5/6/11 അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ഇന്ന് KNMന്റെ പരിസരത്തൊക്കെ ഉള്ള ആള് ഒരു ഉള്ളി കയറിക്കണോ എനിക്കറിയില്ല. ഏതായാലും ജാമ്യ നദിവെന്നും അതുപോലെ തന്നെ മുജാഹിദ് സ്ഥാനത്തിനൊക്കെ CD ടവറിന്നൊക്കെ ഔദ്യോഗികമായിട്ട് ഒരു പുറത്താക്കി. ഇപ്പോഴത്തെ ഇലക്ഷനിൽ എവിടെ കയറിയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അത് ക്ലിപ്പിടെ നിൽക്കണ്ട. ഏതായിരുന്നാലും അദ്ദേഹം വിളിച്ച ക്ലിപ്പ്, അദ്ദേഹം ആ മീറ്റിങ്ങിൽ സംസാരിക്കുന്ന സംസാരം ചെറിയ ഭാഗം നിങ്ങൾ കേട്ടോ. അദ്ദേഹം പറയട്ടെ. ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് അവിടല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയുന്നത്, ഒരു ജിന്നിന്റെ കഴിവുപെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യുകയാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഓടി പിടിച്ചിരിക്കാൻ പറ്റുന്ന നിലക്ക് ഓനെ എഴുതിയതിൽ കാണാം. ഓനെ നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട. ഞാൻ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരാനക്ക് ആണിന്റെ കഴിവ്. ആനനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആണിന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ജിന്നും ആനും തമ്മിലുള്ള വ്യത്യാസം. ആന നമ്മൾ കാണും, മരപ്പലിക്ക് ആന പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മരപ്പലിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണൂല. കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ട സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ട് പോകാറില്ല. എന്നാലും അതിനപ്പുറം ഈ സഹായം ചോദിക്കൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു മുവഹിദ് അതിനപ്പുറം ഈ സഹായം ചോദിക്കൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. അപ്പൊ എന്താ പറഞ്ഞത്? സഹായം ചോദിക്കുന്നത് ഒറ്റയ്ക്ക് ശിർക്കാൻ നന്ന് പറഞ്ഞില്ല. സഹായം ജിന്നിനോട് ഒരാൾ സഹായം ചോദിക്കുമ്പോൾ അവസാനം കൊണ്ടെത്തിക്കൽ ശിർക്കാണ്. എന്നെ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ അവസാനം കൊണ്ടെത്തിക്കൽ ശിർക്കിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാന്ന് പറയാ, ഈ ലേഖനം ശിർക്കാന്ന് പറയാ. അന്ന് തീരുമാനിച്ചതാണ് ശിർക്കാന്ന് പറയാൻ. അപ്പൊ പിന്നെ ശിർക്കാന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എന്താ ജബ്ബാർ മൗലവി എഴുതിയത്? പിന്നെ ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമെന്ന് വെളിച്ചം തരാമെന്ന് ആവശ്യപ്പെട്ടാൽ അത് അബൗദികമോ കാര്യകാരബന്ധത്തിന് അപ്പുറമുള്ളതോ സൃഷ്ടികളുടെ കൈവിൽ പെടാത്തതോ തേടുകയില്ല. 3 കാര്യമില്ല. ഒന്ന് അബൗദികമല്ല, ജിന്നിന്റെ കഴിവ്, ജിന്ന് അബൗദികമല്ല, കാര്യകാര്യത്തിന് പുറത്തല്ല, ചോദിക്കുന്ന കാര്യം സൃഷ്ടിയുടെ കഴിവിന് പുറത്തുമല്ല. അതുകൊണ്ട് ശിർക്കല്ല. അപ്പൊ ഇനി ഇത് ശിർക്കാക്കണമെങ്കിൽ എന്താ വേണ്ടെന്നറിയോ? ജിന്ന് അബോധിക എന്ന് പറയണം, ജിന്ന് കാര്യകാരബന്ധത്തിന് പുറത്താന്ന് പറയണം. ഇനി മനുഷ്യ കഴിവിന് അപ്പുറമുള്ള ചോദിച്ചാൽ ശിർക്കാന്ന് പറയണം. ഇതൊക്കെ പണ്ട് മടവൂരികളോട് പറഞ്ഞതാണ്. അപ്പൊ ഇനി ഈ 3 കാര്യങ്ങളും മാറ്റി പറഞ്ഞാലേ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാന്ന് വരുള്ളൂ. നിങ്ങൾ ശരിക്കും വിഷയം മനസ്സിലാക്കണം. ഇതൊന്നും ഒരു പ്രസ്ഥാനത്തോടെ തർക്കിക്കാൻ വേണ്ടി പറയില്ല. ഇപ്പൊ എന്താ ജബ്ബാർ മൗലവി പറഞ്ഞത്? അബോധികമല്ല, കാര്യകാരബന്ധത്തിന് പുറത്തല്ല, സൃഷ്ടികളുടെ കയ്യിൽ പെടാത്തതല്ല. ഈ 3 അല്ലാത്തത് കൊണ്ട് ശിർക്കല്ല. അപ്പൊ ശിർക്കാക്കണമെങ്കിൽ എന്ത് വേണം? അബൗദികമാണെന്ന് പറയണം. അതാ വരുന്നു ലേഖനം വിചിന്തനത്തിൽ, ജിന്ന് അബോധികം തന്നെ. പണ്ട് അബ്ദുസ്സലാം സലീം പറഞ്ഞില്ലേ, ജിന്ന് അബോധികം തന്നെ. 1ാമത്തെ ഘട്ടം. അതായത് ശബാബിൽ പിന്നെ വിചിന്തനത്തിൽ ലേഖനം വന്നു, ജിന്ന് അബോധികം തന്നെ. എന്നാൽ ജിന്ന് അബോധികമായത് 2005/6/11 5/6/11 KNMന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ജിന്നുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 4/6/11 അതേ ജിന്നാണ് 5/6/11 ജിന്ന് അല്ലേ? 4/6/11 ജിന്ന് തന്നെയാണ് 5/6/11 ജിന്ന്.
ജിന്നിന് രൂപമാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ, ഇല്ല. പിന്നെ ആർക്കാ രൂപമാറ്റം സംഭവിച്ചത്? കെഹന്നമിനാണ്. അതിന് ജിന്നുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് ഇടയ്ക്കിങ്ങനെ ഈ ഭൗതികത്തിൽ നിന്ന് അബോധികം, ഒരു അദ്രമ സൽഫി വിചാരിക്കുമ്പം ഭൗതികത്തേക്ക് വരിക, അദ്രമ സൽഫി വിചാരിക്കുമ്പോൾ അബോധികത്ത് പുറത്തു പോവുക. അങ്ങനത്തെ ഒരു ജിന്നൊന്നും ലോകത്തില്ലല്ലോ. അദ്രമ സൽഫിൻ്റെ കളിക്കൊടുക്കൊന്നുമില്ലല്ലോ ജിന്നെന്ന് പറഞ്ഞാൽ. അപ്പം 5, 6, 11 ജിന്ന് അപ്പുറത്തേക്ക് പോയി. എവിടേക്ക് പോയി? അബോധികത്തേക്ക് പോയി. എന്നാൽ 5, 6, 11 മുജാഹിദ് വേദിയിൽ നിന്നുള്ള ശബ്ദം തരുന്നു. ജിന്ന് ഭൗതികോ കേട്ടോ. നമ്മുടെ ബഹുമാനൻ അനസ് മൗലവി തന്നെ പറയട്ടെ, ഒയ്ബിയായതിനൊക്കെ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല. അപ്പൊ ജിന്നിൻ ആരെയും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യകാരണ ബന്ധത്തിന് പുറത്തല്ല. ഒന്ന് ഉണ്ടോ? ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല. അപ്പൊ ജിന്ന് സഹായിക്കുന്നുണ്ടോ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഗൈബിയായതല്ല. കൊച്ചി മുഖാമുഖത്തിൽ പറഞ്ഞത് അത് ഗൈബിയാണ്. മൂന്നാമത്തെ, ആരെയും ഉപദ്രവിക്കില്ല, അല്ല കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അബോധികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ചെന്ന നിലക്ക് എന്താ സാഹിബേ, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടുനട അതിന്റെ ബാനർ വെക്കാം. 7ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം. അനസ് മൗലവി വീട്ടിൽ നിന്ന് പ്രസംഗിച്ചതല്ല. മാനവ മോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം എന്ന് പറയുന്ന ആ സൃഷ്ടാവിന്റെ സന്ദേശത്തിൽ പെട്ടതാണെന്ത്? ഇസ്ലാഹി പ്രസ്ഥാനം 3 പുസ്തകം രചിച്ചു. എന്ത്? ജിന്ന് കാര്യകാരമതിന് പുറത്തല്ല, അബോധികമല്ല, ഗൈബല്ല. അതുകൊണ്ട് ജബ്ബാർ മൗലവി എഴുതി ശിർക്കല്ല.